ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുട്ടികൾ സ്കൂളിലേക്ക് പോയിരിക്കണം, അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും കുട്ടികൾക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ട് ഒരു സിമ്പിളായിട്ടൊരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ താളിക്കാനായിട്ട് പട്ട ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, പച്ചമുളക്, അതുപോലെ തന്നെ വെല്ലുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ചെയ്തതാണ് കേട്ടോ, മല്ലിയില, പിന്നെ ഒരു ഒന്നര നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു അര ഗ്ലാസ് തൈരും അതും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴുകി വെച്ച ഇറച്ചിയാണ്, ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ അപ്പോൾ 1 കിലോന് അരിയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അരി എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് അതിന് വേണ്ട മസാല എടുക്കാം കേട്ടോ. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നെയ്യ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഓയിലും അതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിലും നെയ്യും യൂസ് ചെയ്തിട്ടല്ല, കുട്ടികൾക്കൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ടും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് എല്ലാം കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് താളിക്കാൻ. അതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ വെല്ലുള്ളി അരിഞ്ഞ് വെച്ചത് അത് പാകത്തിന് അരിഞ്ഞ് വെച്ചത് അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് വഴഞ്ഞ് വരണം. അത് നന്നായി മൂത്ത് വരുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളി നല്ല വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വേഗം അലിഞ്ഞ് കിട്ടും. ഇത് ബിരിയാണിക്ക് നമ്മളെപ്പോഴും ഉള്ളി വഴറ്റുന്ന സമയത്ത് നന്നായി അത് വഴഞ്ഞിട്ടുണ്ടാവണം. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കടിക്കുമ്പോൾ കടിച്ചാൽ ഇതാകാൻ പാടില്ല. അപ്പോൾ അതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവണം. പിന്നെ ഇതപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കുക. തക്കാളി ഇട്ട ശേഷം നന്നായി അത് വഴഞ്ഞ് വരുന്ന സമയത്ത് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയില നന്നായിട്ട് മല്ലിയിലയും തക്കാളിയും വെല്ലുള്ളിയും കൂടി നന്നായി വഴഞ്ഞ് നല്ല മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ച് കൊടുത്ത് ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്, അത് കളറിന് വേണ്ടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ മുളക് പൊടി അത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികളെ എരിവ് കുറവാണ് ഇവിടെ കഴിക്കൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് കുറച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ എരിവ് ഇടാം കേട്ടോ. തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്ത് അത് നന്നായി എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെച്ച ചിക്കൻ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം വേവ് ആവുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഞാനിത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ്. വേഗത്തിൽ നമുക്ക് ഒരു മടി പിടിച്ചിരിക്കുന്ന ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഇനിയിപ്പോൾ ചോറും കറിയും ഉപ്പേരി അങ്ങനെ പലതും ഉണ്ടാക്കാതിരിക്കണേന് ഇത് ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേഗം പണിയാണ്, നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെട്ട് അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് കഴിക്കാനും ആയല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 കപ്പ് അരിയാണ് എടുക്കണമെന്ന് വെച്ചാൽ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. പിന്നെ അതിൽ ചിക്കനിൽ നിന്നും തക്കാളിയിൽ നിന്നും ഒക്കെയുള്ള ആ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഞാൻ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം അത്രയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കൽ. പിന്നെ ഇതപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അരിയൊക്കെ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മല്ലിയില കുറച്ച് മേലെ ഇട്ട് കൊടുക്കുക, നെയ്യും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതാ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ബിരിയാണി നല്ല ടേസ്റ്റായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
നല്ല ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.